ആകാശവാണി നിയമസഭാ വാരാന്ത്യ അവലോകനം. ബജറ്റ് ചർച്ചയ്ക്ക് സമാപനം. വീര്യം കുറഞ്ഞ മദ്യത്തിൽ കലുഷിതമായി നിയമസഭ. തയ്യാറാക്കിയത് അനീഷ് ഐലം, ജന്മഭൂമി ലേഖകൻ. വി.ഡി. സതീശൻ സർക്കാരിൻ്റെ ഒന്നാം ബജറ്റിൻ്റെ ചർച്ചയ്ക്ക് സമാപനം. തിങ്കളാഴ്ച മുതൽ ബുധനാഴ്ച വരെ നീണ്ടുനിന്ന ചർച്ചയിൽ വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി നിർണ്ണയം, PM ശ്രീ പദ്ധതി നടപ്പിലാക്കൽ തുടങ്ങിയവയിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും തമ്മിൽ രൂക്ഷമായ വാക്പോരും നടന്നു. ഒടുവിൽ മദ്യനയം സംബന്ധിച്ചും PM ശ്രീ സംബന്ധിച്ചും മുഖ്യമന്ത്രി ബജറ്റ് ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കും വരെ വാക്പോര് രൂക്ഷമായിരുന്നു. തിങ്കളാഴ്ച ചോദ്യോത്തരത്തിന് പിന്നാലെ പകർച്ചവ്യാധി സംബന്ധിച്ച അടിയന്തര പ്രമേയ നോട്ടീസുമായാണ് പ്രതിപക്ഷം സഭയിലേക്ക് എത്തിയത്. PA മുഹമ്മദ് റിയാസാണ് നോട്ടീസ് അവതരിപ്പിച്ചത്. നിപയും ഡെങ്കിപ്പനിയും ഷിഗല്ലയും പടർന്നു പിടിക്കുകയാണെന്നും ചികിത്സാ പിഴവുകൾ ആവർത്തിക്കുകയാണെന്നും ആരോപിച്ചു. എന്നാൽ നിപ ഉൾപ്പെടെ നിയന്ത്രണ വിധേയമാണെന്നും ഭയപ്പെടേണ്ട സാഹചര്യം നിലവിലില്ലെന്നുമുള്ള ആരോഗ്യമന്ത്രിയുടെ മറുപടിയോടെ അടിയന്തര പ്രമേയ അവതരണത്തിനുള്ള അനുമതി സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിഷേധിച്ചു. ഇതോടെ പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി. മഴക്കാല പൂർവ്വ ശുചീകരണം പാളിയെന്നും ആരോഗ്യവകുപ്പിൽ ഏകോപനമില്ലെന്നും ആരോപിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാക്കൌട്ട് പ്രഖ്യാപിച്ചത്. തുടർന്ന് വന്യജീവി ആക്രമണം സംബന്ധിച്ച് പഴകുളം മധുവും ലേബർ കോഡ് സംബന്ധിച്ച് NK അക്ബറും ശ്രദ്ധ ക്ഷണിച്ചു. ഫിഫ ഫുട്ബോളിന്റെ സ്ക്രീൻ പ്രദർശനത്തിന് യൂസർ ഫീ ഈടാക്കുന്നതിൽ സർക്കാർ ഇടപെട്ടിട്ടുണ്ടെന്ന് മുഹമ്മദ് റിയാസിന്റെ സബ്മിഷന് മുഖ്യമന്ത്രി മറുപടി നൽകി. ഇതുൾപ്പെടെ 10 സബ്മിഷനുകൾ സഭയിലെത്തി. തുടർന്നാണ് ബജറ്റ് ചർച്ചയ്ക്ക് ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ തുടക്കം കുറിച്ചത്. ഡെപ്യൂട്ടി സ്പീക്കർമാർക്ക് സഭയിൽ സംസാരിക്കാനുള്ള ഏക അവസരം ബജറ്റ് ചർച്ചയിലെ തുടക്കം മാത്രമാണെന്നും അതിനാൽ മണ്ഡലങ്ങളിലെ കാര്യങ്ങൾ ഉന്നയിക്കാനാകുന്നില്ലെന്നും ഡെപ്യൂട്ടി സ്പീക്കർ പറഞ്ഞു. ശ്രദ്ധ ക്ഷണിക്കലും സബ്മിഷനും അവതരിപ്പിക്കാൻ അവസരം നൽകണമെന്നും ആവശ്യപ്പെട്ടു. ഈ നിർദ്ദേശത്തെ സ്പീക്കർ അംഗീകരിച്ചു. ഡെപ്യൂട്ടി സ്പീക്കറിന് സബ്മിഷനും ശ്രദ്ധ ക്ഷണിക്കലും അവതരിപ്പിക്കാമെന്ന് റൂളിംഗും നൽകി. ചർച്ചകൾ നടക്കുന്നതിനിടെ ജലപീരങ്കിയിൽ പോലീസ് ഉപയോഗിക്കുന്നത് ചെളിവെള്ളമാണെന്ന വിമർശനവുമായി പിണറായി വിജയൻ സഭയിലെത്തി. കുപ്പിയിൽ നിറച്ച് വെള്ളവുമായാണ് പ്രതിപക്ഷ നേതാവ് എത്തിയത്. ഇതന്വേഷിക്കാൻ നിർദ്ദേശിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മറുപടി നൽകി. തുടർന്ന് BJP നിയമസഭാ കക്ഷി നേതാവ് BB ഗോപകുമാർ ഉൾപ്പെടെ 23 പേർ ചർച്ചയിൽ പങ്കെടുത്തു. ചൊവ്വാഴ്ച രാവിലെ ചോദ്യോത്തരത്തിന് പിന്നാലെ അടിയന്തര പ്രമേയ നോട്ടീസോടെ സഭ കലുഷിതമായി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് സംബന്ധിച്ച ബജറ്റിലെ നികുതി നിർദ്ദേശമാണ് പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസായി എത്തിയത്. പ്രതിപക്ഷത്തു നിന്നും KN ബാലഗോപാലാണ് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയത്. എന്നാൽ ബജറ്റ് ചർച്ചകൾ നടക്കുന്നതിനാൽ തന്നെ തീരുമാനമാകാത്ത വിഷയത്തിൽ പ്രമേയം സഭയിൽ അനുവദിക്കാനാകില്ലെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കി. ഇതോടെ പ്രതിപക്ഷ MLA മാർ സ്പീക്കറുടെ നടപടികൾക്കെതിരെ മുദ്രാവാക്യം വിളികളുമായി നടുത്തളത്തിലിറങ്ങി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് കൊണ്ടുവരാനുള്ള സർക്കാർ നടപടി കേരളത്തിൽ മദ്യമൊഴുക്കുന്നതിന്റെ ഭാഗമായുള്ളതാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. സാധാരണക്കാർക്കോ മനുഷ്യർക്കോ വേണ്ടിയുള്ള ഒന്നല്ല നിർദ്ദേശമെന്നും ഇതിന്റെ ഗുണഭോക്താവ് കർണാടകയിലെ മദ്യക്കമ്പനിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ സഭ ഒഴിവാക്കിയ അടിയന്തര പ്രമേയത്തിലെ വിശദാംശങ്ങളിലേക്ക് പ്രതിപക്ഷ നേതാവിന് കടക്കാനാവില്ലെന്ന് പ്രസംഗത്തിൽ ഇടപെട്ടുകൊണ്ട് സ്പീക്കർ നിലപാടെടുത്തു. പ്രതിപക്ഷ നേതാവിന് മൈക്ക് നിഷേധിച്ചതോടെ വീണ്ടും പ്രതിപക്ഷ MLA മാർ മുദ്രാവാക്യം വിളികളുമായി നടുത്തളത്തിലിറങ്ങി. കുറച്ചു സമയത്തിന് ശേഷം വീണ്ടും പ്രസംഗിക്കാനെഴുന്നേറ്റ പ്രതിപക്ഷ നേതാവ് ബെക്കാർഡി എന്ന സ്വകാര്യ കമ്പനിയാണ് ഇതിന് പിന്നിലെന്നും ഇതുമായി ബന്ധപ്പെട്ട ഫയൽ ശരവേഗത്തിൽ നീങ്ങുകയാണെന്നും ആരോപണമുന്നയിച്ചു. വീണ്ടും സ്പീക്കർ ഇടപെട്ടതോടെ പ്രതിപക്ഷം സഭയിൽ നിന്നും വാക്കൌട്ട് നടത്തുകയും ചെയ്തു. എന്നാൽ സഭ അവതരണാനുമതി നിഷേധിച്ച അടിയന്തര പ്രമേയ നോട്ടീസിലെ ആരോപണങ്ങൾ സംബന്ധിച്ച് തങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കാത്തതിനാൽ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണങ്ങൾ രേഖയിൽ കാണരുതെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എന്നിവർ സ്പീക്കറോട് ആവശ്യപ്പെട്ടു. സഭയിൽ ഗുരുതര ചട്ടലംഘനമുണ്ടായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിഷയം പരിശോധിച്ച് നടപടിയെടുക്കാമെന്ന് സ്പീക്കർ ഇരുവരെയും അറിയിച്ചു. തുടർന്ന് സബ്മിഷനുകളിലേക്ക് നീങ്ങി. പുതിയ ജില്ലകളും താലൂക്കുകളും രൂപീകരിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് പഠിക്കുന്നതിന് കമ്മീഷനെ നിയോഗിക്കുന്ന കാര്യം സർക്കാർ പരിശോധിച്ചു വരികയാണ്. ജില്ലാതല വികസന അസമത്വം കുറയ്ക്കുകയും ജനസംഖ്യയും പിന്നാക്കാവസ്ഥയും പരിഗണിച്ചുള്ള വിഭവ വിതരണം ഉറപ്പാക്കുകയും മലബാർ ഉൾപ്പെടെയുള്ള സേവനക്ഷാമമുള്ള പ്രദേശങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകുകയും ചെയ്യുന്ന നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് TV ഇബ്രാഹിം MLA ഉന്നയിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് മുഖ്യമന്ത്രി മറുപടി നൽകി. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിൽ നടക്കുന്ന മൂലം വള്ളംകളിക്ക് പ്രാദേശിക അവധി അനുവദിക്കുന്ന കാര്യം സർക്കാർ പരിശോധിച്ച് തീരുമാനിക്കുമെന്ന് റെജി ചെറിയാൻ ഉന്നയിച്ച സബ്മിഷനും മുഖ്യമന്ത്രി മറുപടി നൽകി.
സാമൂഹ്യക്ഷേമ പെൻഷനുകൾ ലഭിക്കാനുള്ള മാനദണ്ഡങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കുന്ന കാര്യം സർക്കാർ പരിശോധിക്കുന്നതാണെന്നും TP അഷറഫ് അലിയുടെ സബ്മിഷന് മുഖ്യമന്ത്രി മറുപടി നൽകി. CAG റിപ്പോർട്ടും സഭയിൽ വെച്ചു. ഓഫ് ബജറ്റ് കടമെടുപ്പ് വലിയ ബാധ്യതയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് CAG റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. മൂന്നാം ദിനവും സഭയിൽ ബഹളത്തിന് കുറവുണ്ടായില്ല. PM ശ്രീ പദ്ധതിയിൽ നിന്ന് സംസ്ഥാനം പിന്മാറണമെന്നാവശ്യപ്പെട്ട് CPIയുടെ P പ്രസാദാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. എന്നാൽ PM ശ്രീയിൽ നിന്നും സർക്കാരിന് ഒറ്റയടിക്ക് പിന്മാറാനാകില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി N ശംസുദ്ദീൻ നിലപാട് വ്യക്തമാക്കി. അന്നത്തെ മുഖ്യമന്ത്രിയുടെ ഒത്താശയോടെ വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ കാര്യങ്ങളുടെ ജാള്യം മറയ്ക്കാനാണ് ഇപ്പോൾ UDFനെ കുറ്റപ്പെടുത്തുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് പദ്ധതി വിവാദമായപ്പോൾ ധാരണാപത്രം നടപ്പാക്കുന്നത് താൽക്കാലികമായി നീട്ടിവെക്കുന്നുവെന്നാണ് കേന്ദ്രത്തിന് മുൻ സർക്കാർ കത്ത് നൽകിയത്. അല്ലാതെ പിന്മാറാൻ കത്ത് നൽകിയിട്ടില്ല. പൊതു താൽപര്യം മുൻനിർത്തി 30 ദിവസത്തെ നോട്ടീസ് നൽകി പിന്മാറാൻ കേന്ദ്ര സർക്കാരിന് മാത്രമാണ് അവകാശമെന്ന ധാരണാപത്രമാണ് പിണറായി വിജയൻ സർക്കാർ ഒപ്പിട്ടതെന്നും നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടിയായി മന്ത്രി പറഞ്ഞു. PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് പറയാൻ ലീഗ് നേതാവായ വിദ്യാഭ്യാസ മന്ത്രിക്ക് എന്തുകൊണ്ടാണ് സാധിക്കാത്തതെന്നും PM ശ്രീയുടെ അംബാസിഡറാകാൻ ശംസുദ്ദീൻ ശ്രമിക്കുകയാണെന്നും P പ്രസാദ് ആരോപിച്ചു. അധികാരത്തിൽ വന്നപ്പോൾ പദ്ധതി എവിടെയോ ഒഴുക്കിക്കളയുമെന്ന് പറഞ്ഞില്ലേ എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ചോദിച്ചു. എന്തേ ഇപ്പോൾ ഒഴുക്കാൻ തയ്യാറാകാത്തതെന്നും അധികാരത്തിൽ വന്ന് 1 മാസത്തിനകം അതുവരെ ഉണ്ടായിരുന്ന നിലപാടെല്ലാം മാറിയോ എന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. മുൻ സർക്കാർ ഒപ്പുവച്ച കരാറിനെക്കുറിച്ച് അവർ ഇപ്പോൾ വ്യാജ പ്രചാരണം നടത്തുകയാണെന്ന് N ശംസുദ്ദീൻ തിരിച്ചടിച്ചു. എന്നാൽ പ്രമേയം വസ്തുതകൾക്ക് നിരക്കാത്തതാണ്. പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള അധികാരം കേന്ദ്രത്തിനു മാത്രമാണെന്നാണ് ഇടതു സർക്കാർ ഒപ്പിട്ട ധാരണാപത്രത്തിൽ പറയുന്നത്. ധാരണാപത്രം ഒപ്പിട്ടതിന് ശേഷം കേന്ദ്രം തടഞ്ഞുവച്ചിരുന്ന 99.27 കോടി രൂപയുടെ SSK ഫണ്ട് മുൻ സർക്കാർ കൈപ്പറ്റുകയും ചെയ്തു. പുതിയ സർക്കാർ ഏതെങ്കിലും കരാർ ഒപ്പുവയ്ക്കുകയോ തുടർ നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ലെന്നും 2025 ഒക്ടോബർ 16 മുൻ സർക്കാർ ധാരണാപത്രം ഒപ്പിട്ടതാണെന്നും മന്ത്രി വിശദീകരിച്ചു. മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. ഇതോടെ പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. ബജറ്റ് ചർച്ച അവസാനിപ്പിച്ചുകൊണ്ടുള്ള മറുപടിയിൽ പ്രതിപക്ഷത്തെ ആഞ്ഞടിച്ചാണ് മുഖ്യമന്ത്രി നിലം പരിശാക്കിയത്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മുൻ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചതിനൊപ്പം ബദൽ ആശയങ്ങൾ ജനങ്ങളുമായി പങ്കുവച്ചാണ് ഞങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയത്. കേരളം തകർച്ചയിലേക്ക് പോവുകയാണെന്നാണ് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞത്. തകർന്നുകൊണ്ടിരിക്കുന്ന കേരളത്തെ സുരക്ഷിതമാക്കാനുള്ള പദ്ധതികൾ ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ നടപ്പാക്കുമെന്ന ഉറപ്പാണ് ജനങ്ങൾക്ക് നൽകിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിച്ചു എന്നതാണ് പ്രചരണം. ഈ ബജറ്റിൽ എവിടെയെങ്കിലും സ്വകാര്യവൽക്കരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ലാഭത്തിലായിരുന്നു KSEB. ഇപ്പോൾ എത്രായിരം കോടി രൂപയുടെ നഷ്ടത്തിലാണ്. 4 രൂപ 29 പൈസയ്ക്ക് 1 യൂണിറ്റ് വൈദ്യുതി വാങ്ങാൻ 25 വർഷത്തേക്കുണ്ടാക്കിയ കരാറാണ് നിങ്ങൾ റദ്ദാക്കിയത്. ഇപ്പോൾ അതേ വൈദ്യുതി 8ഉം 14 രൂപയ്ക്ക് വാങ്ങി കോടികളുടെ ബാധ്യതയാണ് വൈദ്യുതി ബോർഡിന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സദേൺ ഇക്കണോമിക് കോറിഡോറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നിടത്താണ് സമ്മിശ്ര സമ്പദ് വ്യവസ്ഥ സൃഷ്ടിച്ച് സ്വകാര്യ നിക്ഷേപങ്ങൾ ആകർഷിച്ച് ഭാവിയിൽ തന്ത്രപ്രധാനമായ സമുദ്രമേഖലയുമായി ബന്ധപ്പെട്ട വികസനത്തിൽ മുൻനിരയിലെത്തിക്കുമെന്നും പറഞ്ഞിരിക്കുന്നത്. എവിടെയെങ്കിലും സ്വകാര്യവൽക്കരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. നയാ പൈസയുടെ നികുതി ഭാരം അടിച്ചേൽപ്പിക്കാതെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. നികുതി ഭരണ സംവിധാനം പുനഃസംഘടിപ്പിക്കും. നികുതി ചോർച്ച പൂർണ്ണമായും അടയ്ക്കും. പദ്ധതി അടങ്കലിൽ കുറവ് വന്നപ്പോൾ SC/ST വിഭാഗങ്ങൾക്ക് ഒരു കുറവും വരാൻ പാടില്ല എന്ന ദൃഢനിശ്ചയമായിരുന്നു ഈ സർക്കാരിന്. അതുകൊണ്ട് തന്നെയാണ് SC വിഭാഗങ്ങൾക്ക് 527 കോടി രൂപയും ST വിഭാഗത്തിന് 152 കോടി രൂപയും അധികമായി വകയിരുത്തിയത്. PM ശ്രീ പിൻവലിക്കാനും മരവിപ്പിക്കാനും വേണ്ടിയാണോ ഒപ്പുവച്ചതെന്ന് ചോദിച്ച മുഖ്യമന്ത്രി അത് മരവിപ്പിക്കാൻ പ്രൊവിഷനില്ല എന്നും വ്യക്തമാക്കി. മദ്യത്തിന് നികുതി ഏർപ്പെടുത്തിയത് ബെക്കാർഡി കമ്പനിയുമായി ഏർപ്പെട്ടിട്ടാണെന്ന ആരോപണത്തിനും മുഖ്യമന്ത്രി മറുപടി നൽകി. വീര്യം കുറഞ്ഞ മദ്യം എന്ന കാറ്റഗറി കൊണ്ടുവന്നത് 2ാം പിണറായി സർക്കാരാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി നിശ്ചയിക്കുക മാത്രമാണ് ഈ സർക്കാർ ചെയ്തത്. സർക്കാരിന്റെ ഫയലുകൾ KPCCയിലേക്ക് പോകില്ല. പണ്ടൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നപ്പോൾ ഫയലുകൾ AKG സെന്ററിൽ കൊണ്ടുപോയിരുന്നത് പോലെ ഇപ്പോൾ ഒരു പാർട്ടി ഓഫീസിലേക്കും ഫയലുകൾ പോകില്ല. ഒരു മന്ത്രിയും അത് ചെയ്യില്ല. നികുതി നിശ്ചയിക്കുന്ന ഫയൽ പാർട്ടി ഓഫീസിൽ കൊണ്ടുപോകുന്ന രീതിയും മുഖ്യമന്ത്രി അറിയാതെ ഫയൽ അടിച്ചുമാറ്റി പാർട്ടി ഓഫീസിൽ കൊടുക്കുന്ന രീതിയും ഈ സർക്കാരിൽ ഉണ്ടാവില്ല. മദ്യത്തിന്റെ വ്യാപനം അരുതെന്നാണ് പ്രതിപക്ഷം ഉപദേശിക്കുന്നത്. 2016 പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുമ്പോൾ 28 ബാറാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ 900-ലധികം ബാറുകളാണുള്ളത്. മദ്യവ്യാപനം തടയാനാണ് ഇങ്ങനെ ചെയ്തത്. സംസ്ഥാനത്ത് ഇത്തരത്തിൽ മദ്യം ഒഴുക്കിയവരുടെ പ്രതിനിധികളാണ് മദ്യം വിഷമാണെന്ന് ഞങ്ങളെ ഉപദേശിക്കുന്നതെന്നും മുഖ്യമന്ത്രി തിരിച്ചടിച്ചു. കേരളത്തെ മാറ്റിയെഴുതാനുള്ള ബജറ്റാണിത്. വളർന്നുവരുന്ന തലമുറ പ്രതീക്ഷയോടെയാണ് ഞങ്ങളെ കാത്തിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെയും യുവതലമുറയുടെയും പ്രതീക്ഷ യാഥാർത്ഥ്യമാക്കും.
അക്കാര്യം നിയമസഭയ്ക്കും കേരളത്തിനും ഉറപ്പു നൽകുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തുടർന്ന് ബജറ്റിലേക്ക് കൂടുതൽ നിർദ്ദേശങ്ങളും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. അരൂരിൽ KR ഗൗരിയമ്മ സ്മാരകം 1 കോടി, ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രി ആധുനിക സൗകര്യങ്ങളോടുകൂടിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ആക്കുന്നതിനും കെട്ടിട സമുച്ചയം നിർമ്മിക്കുന്നതിനും 5 കോടി, കരമന കളിയിക്കാവിള 4-വരിപ്പാത വികസനത്തിനാവശ്യമായ പണം അനുവദിക്കുന്നു തുടങ്ങി 44 പ്രഖ്യാപനങ്ങളും മുഖ്യമന്ത്രി നടത്തി. തിങ്കളാഴ്ച അവതരിപ്പിക്കുന്ന ധനബില്ലിന്മേൽ കൂടുതൽ ചർച്ച നടക്കും. നിങ്ങൾ കേട്ടത് നിയമസഭാ വാരാന്ത്യ അവലോകനം. തയ്യാറാക്കിയത് അനീഷ് ഐലം. ജന്മഭൂമി ലേഖകൻ. അവതരിപ്പിച്ചത് അനിൽകുമാർ ഐരൂപ്പാറ.